എഡ്യൂക്കേഷൻ അക്കൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UGC അംഗീകാരമില്ലാത്ത ഭാരതീയർ ഉൾപ്പെടെ ഇതര സർവകലാശാലകൾക്ക് തുല്യത നൽകി കേരള സർവകലാശാല. ഇത് സംബന്ധിച്ച് വിദ്യാർത്ഥികൾ കേരള മുഖ്യമന്ത്രിക്കും ഗവർണറിനും പരാതി നൽകി. 2015, 16, 16, 17 അക്കാഡമിക് ഇയറിൽ UGC അംഗീകാരമില്ലാത്ത സർവകലാശാലകൾക്കാണ് കേരള തുല്യത നൽകി വരുന്നത്. ഇതിൽ ഭാരതീയർ സർവകലാശാലയ്ക്ക് 2015 മുതൽ 2022 വരെ UGC അംഗീകാരമില്ല. സുപ്രീം കോടതിയിൽ 16/604/2023 ഡയറി നമ്പർ പ്രകാരമുള്ള സർവകലാശാലയാണ് ഭാരതീയർ സർവകലാശാല. സുപ്രീം കോടതിയിൽ നിന്നും ഫൈനൽ വിധി പോലും വരാത്ത സർവകലാശാലയ്ക്ക് എന്തടിസ്ഥാനത്തിലാണ് കേരള യൂണിവേഴ്സിറ്റി തുല്യത നൽകി വരുന്നതെന്നാണ് മറ്റു സർവകലാശാലകളിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ ന്യായമായ ചോദ്യം. UGC അംഗീകാരമുള്ള സർവകലാശാലകളിൽ പഠിച്ച വിദ്യാർത്ഥികൾ കേരള യൂണിവേഴ്സിറ്റിയിൽ എലിജിബിലിറ്റി ഇക്വലൻസി ചോദിച്ചു പോയാൽ അവർക്കൊന്നും അത് കിട്ടില്ല. കേരള യൂണിവേഴ്സിറ്റി തടയുകയാണ് ചെയ്യുന്നത്. ഈയിടെ തന്നെ ചില മാധ്യമങ്ങളിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സ് സംബന്ധിച്ച് ന്യൂസ് ഉണ്ടായിരുന്നു. 27/7/2025 വാർത്തയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകൾക്ക് അംഗീകാരമില്ല എന്ന് കേരള സർവകലാശാല പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ഒരുപാട് ന്യൂസുകൾ, ആ ന്യൂസുകളുടെ വീഡിയോയുടെ ലിങ്ക് ഞാൻ എൻ്റെ ചാനലിലെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്ക് ഉദാഹരണമായിട്ട് കണക്കാക്കാം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കാര്യം തന്നെ. ഈ യൂണിവേഴ്സിറ്റി മാത്രമല്ല, തമിഴ്നാട്ടിലെ സർവകലാശാലകൾ കേരളത്തിലുള്ള വിദ്യാർത്ഥികൾ പോയി പഠിച്ചാലും നോർത്ത് ഇന്ത്യയിൽ പോയി പഠിച്ചാലും കേരളത്തിൽ തുല്യത സംബന്ധിച്ച് വരുമ്പോഴോ എലിജിബിലിറ്റി സംബന്ധിച്ച് വരുമ്പോഴോ ഇതേ നിലപാടായിരിക്കും കേരളയുടെയും MGയുടെയും കണ്ണൂരിൻ്റെയും. നമുക്ക് ഉദാഹരണമായിട്ട് കണക്കാക്കാം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കാര്യം തന്നെ. ഈ യൂണിവേഴ്സിറ്റി മാത്രമല്ല, തമിഴ്നാട്ടിലെ സർവകലാശാലകൾ കേരളത്തിലുള്ള വിദ്യാർത്ഥികൾ പോയി പഠിച്ചാലും നോർത്ത് ഇന്ത്യയിൽ പോയി പഠിച്ചാലും കേരളത്തിൽ തുല്യത സംബന്ധിച്ച് വരുമ്പോഴോ എലിജിബിലിറ്റി സംബന്ധിച്ച് വരുമ്പോഴോ ഇതേ നിലപാടായിരിക്കും കേരളയുടെയും MGയുടെയും കണ്ണൂരിൻ്റെയും കാലിക്കറ്റിൻ്റെയൊക്കെ. UGC അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റികളുടെ കോഴ്സിന് അംഗീകാരമില്ല, എലിജിബിലിറ്റിക്ക് അംഗീകാരമില്ല, തുല്യത കൊടുക്കാൻ പറ്റില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യം. നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് കേരള യൂണിവേഴ്സിറ്റി അംഗീകാരമില്ലാത്ത സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്ന സർവകലാശാലകൾക്കും മറ്റ് അംഗീകാരമില്ലാത്ത സർവകലാശാലകൾക്കും എന്തിനാണ് തുല്യത കൊടുക്കുന്നത്? ഇവിടെ അംഗീകാരമുള്ള അവർ നേരെ ചൊവ്വേ ലീഗലായിട്ട് പഠിച്ചിട്ട് തുല്യത സർട്ടിഫിക്കറ്റ് എലിജിബിലിറ്റിയും ചോദിച്ച് പോകുമ്പോൾ അവരെ തഴയും, അവർക്ക് കിട്ടില്ല. അംഗീകാരമില്ലാത്ത വ്യാജന്മാർക്കാണ് ഇവിടെ തുല്യത എലിജിബിലിറ്റി എല്ലാം സർവകലാശാലകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിലൊരു വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, UGC അംഗീകാരമില്ലാത്ത സർവകലാശാലകളെല്ലാം മിക്കതും സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഡിസ്ട്രിക്റ്റ് കോടതിയിലും കേസിലുണ്ട്. ഈ സർവകലാശാലകൾക്കെല്ലാം വാരിക്കോരി കേരള യൂണിവേഴ്സിറ്റി തുല്യത കൊടുത്തു കഴിഞ്ഞാൽ ആ തുല്യത വെച്ച് അർഹതയില്ലാത്ത ഒരുപാട് പേര് PSC ജോലിയിൽ കയറും തുല്യതാ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച്. അപ്പോഴും UGC അംഗീകാരമുള്ള സർവകലാശാലയിൽ പഠിച്ചവർ തുല്യതാ സർട്ടിഫിക്കറ്റിന് വേണ്ടി കേരള യൂണിവേഴ്സിറ്റിയിൽ പോകുമ്പോൾ അവർക്ക് അവിടെ നീതി നിഷേധമാണ് നടക്കുന്നത്. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, UGC അംഗീകാരം ഉള്ളവർക്ക് ഇവിടെ തുല്യതാ സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല, അംഗീകാരം ഇല്ലാത്തവർക്കാണ് വാരിക്കോരി തുല്യത കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കേരള സർവകലാശാലയ്ക്ക് ഭാരതീയർ സർവകലാശാല സംബന്ധിച്ച് കേരള ഗവർണറിന് നൽകിയ പരാതി 2015 മുതൽ 2022 വരെ കാലയളവിൽ ഭാരതീയർ സർവകലാശാല ഉൾപ്പെടെയുള്ള മറ്റ് സർവകലാശാലകളിൽ നടത്തിയിരുന്ന യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ UGC വിദൂര വിദ്യാഭ്യാസ ബ്യൂറോയും ഡെബ് അംഗീകാരമില്ലാത്ത ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് ODL പ്രോഗ്രാമുകൾക്കായി കേരള സർവകലാശാല നൽകിയ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളെക്കുറിച്ച് മറ്റ് സർവകലാശാലകളിലുള്ള വിദ്യാർത്ഥികളും ബഹുമാനപ്പെട്ട കേരള ഗവർണറിന് പരാതി നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കും ഇത് സംബന്ധിച്ച പരാതി നൽകി. UO നമ്പർ 2008/2022/UOK തീയതി 14/03/2022 പ്രകാരം 2017-18 അധ്യയന വർഷം മുതൽ പ്രാബല്യത്തിൽ വരുന്ന വിദൂര വിദ്യാഭ്യാസ പ്രോഗ്രാമുകൾ, ബിരുദങ്ങൾ UGCയുടെ ഡെബ് അംഗീകരിച്ചിട്ടില്ലാത്തവയാണെങ്കിൽ അത്തരം പ്രോഗ്രാമുകൾ, ബിരുദങ്ങൾ അംഗീകരിക്കേണ്ടതില്ലെന്ന് സർവകലാശാലയുടെ അക്കാഡമിക് കൗൺസിൽ തീരുമാനിക്കുകയുണ്ടായി. കൂടാതെ UO നമ്പർ 8190/2022/UOK തീയതി 19/10/22 പ്രകാരം ഡെബിൻ്റെ അംഗീകാരം ഇല്ലാത്തതിനാൽ 2014-15 അധ്യയന വർഷത്തിന് ശേഷം അണ്ണാമല സർവകലാശാല ODL മോഡ് വഴി നൽകിയിരുന്ന കോഴ്സുകൾക്ക് തുല്യതാ സർട്ടിഫിക്കറ്റുകൾ നൽകില്ലെന്ന് പ്രത്യേകം പറയുന്നു.
മേൽ സൂചിപ്പിച്ച മെമ്മോയിൽ പ്രസ്താവിച്ചതുപോലെ 2015 മുതൽ 2022 കാലയളവിൽ അംഗീകാരമില്ലാത്ത കോഴ്സുകൾക്ക് യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ നൽകിയ രീതിയെക്കുറിച്ചുള്ള പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പ്രസ്തുത ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അക്കാഡമിക് കൗൺസിലിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. 2015-ലും 2016-ലും UGC ഇറക്കിയ പബ്ലിക് നോട്ടീസാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. UGC ഡബ് അംഗീകാരമുള്ള സർവകലാശാലകൾക്ക് മാത്രമാണ് അഡ്മിഷനും തൊഴിലിനും അംഗീകാരമുള്ളതെന്ന് UGC വ്യക്തമായി ഇതിൽ പറയുന്നു. അതോടൊപ്പം 2015-16-ലും ഭാരതീയ സർവകലാശാല ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ തെറ്റിച്ച് സംസ്ഥാനമൊട്ടാകെ സ്റ്റഡി സെൻറ്റർ നടത്തി വന്നിരുന്നു. അതിൻ്റെ പ്രൂഫും കൂടിയാണ് ഞാൻ വീഡിയോയിൽ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. UGC DEB വെബ്സൈറ്റ് ചെക്ക് ചെയ്യാതെയാണ് കേരള സർവകലാശാല 2015-നും 2016-നും ഭാരതീയ സർവകലാശാല ഉൾപ്പെടെ ഇതര സർവകലാശാലകൾക്ക് തുല്യത നൽകിക്കൊണ്ടിരിക്കുന്നത്. വ്യക്തമായ UGC ചട്ടലംഘനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ റെസ്പോണ്ടൻ്റായിട്ടുള്ള UGC എതിർകക്ഷിയാക്കി കേസ് ഫയൽ ചെയ്ത ഭാരതീയ സർവകലാശാലയ്ക്കാണ് തുല്യതാ സർട്ടിഫിക്കറ്റ് കേരള സർവകലാശാല നൽകി വന്നുകൊണ്ടിരിക്കുന്നത്. കോടതിയിൽ കേസിലിരിക്കുന്ന സർവകലാശാലയാണ് ഭാരതീയ സർവകലാശാല. കോടതിയിൽ നിന്ന് അനുകൂലമായ ഫൈനൽ വിധി പോലും ഈ സർവകലാശാലയ്ക്ക് വന്നിട്ടില്ല. കോടതിയെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് കേരള സർവകലാശാല ഭാരതീയറിന് തുല്യതാ സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കുക. അതായത് എക്സാമ്പിളായിട്ട് അണ്ണാമല സർവകലാശാലയ്ക്ക് UGC അംഗീകാരമില്ല 2015 മുതൽ 2022 വരെ. അതേ തുടർന്ന് സുപ്രീം കോടതിയിൽ ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സുപ്രീം കോടതിയിൽ ഇതേ കേസിലുള്ള യൂണിവേഴ്സിറ്റിയാണ് ഭാരതീയ സർവകലാശാല. ആ സർവകലാശാലയ്ക്കും 15 മുതൽ 22 വരെ അംഗീകാരമില്ല, ഡബ് അപ്രൂവലില്ല. കോടതിയിൽ അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെ കൂടെ കേസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സർവകലാശാലയാണ് ഭാരതീയ സർവകലാശാല. എന്നിട്ട് ആ സർവകലാശാലയ്ക്ക് മാത്രം തുല്യതാ സർട്ടിഫിക്കറ്റ് കേരള സർവകലാശാല തുടർന്ന് നൽകിക്കൊണ്ടിരിക്കുന്നു. സുപ്രീം കോടതി വിധി തന്നെയുണ്ട്. ബിരുദം നൽകിയാൽ പോരാ, അതിന് UGC അംഗീകാരം വേണം. അതിൻ്റെ ലംഘനമാണ് ഇവിടെ നടക്കും. ഇവിടെ ബിരുദത്തിന് അംഗീകാരം ഇല്ല, തുല്യതാ സർട്ടിഫിക്കറ്റിനും അംഗീകാരം. MG സർവകലാശാലയുടെ കാര്യം ഇതിനെക്കാട്ടും വലിയ അവസ്ഥയാണ്. 2017-ലെ റെഗുലേഷൻ്റെ കാര്യവും പറഞ്ഞാണ് ഇപ്പോഴും അവരിയ്ക്കുന്നത്. 2017-ലെ റെഗുലേഷൻ പ്രകാരം അതാ സർവകലാശാലയ്ക്ക് തീരുമാനിക്കാമെന്ന് ഹയർ എഡ്യൂക്കേഷൻ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. 2015-16-ലും MG തുല്യത കൊടുക്കുമെന്നാണ് പറയുന്നത്. ഈ 2017 റെഗുലേഷനിൽ അംഗീകാരം ഇല്ലാത്ത സർവകലാശാലകൾക്ക് തുല്യത കൊടുക്കാമെന്നൊന്നും ഉത്തരവിൽ പറഞ്ഞിട്ടില്ല. ആ ഒരു കാര്യം ചിന്തിക്കേണ്ടതാണ്. അതായത് സർവകലാശാലയ്ക്ക് തീരുമാനിക്കാം, പക്ഷേ അംഗീകാരം ഇല്ലാത്ത യൂണിവേഴ്സിറ്റികൾക്ക് തുല്യത കൊടുക്കണമെന്ന് ഈ റൂളിലൊന്നും പറഞ്ഞിട്ടില്ല. അതേപോലെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. 2017-2020 റെഗുലേഷൻ ഭാരതീയ സർവകലാശാല തെറ്റിച്ചു എന്ന് UGC വ്യക്തമായി കത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ MG സർവകലാശാലയും തുല്യത എന്തടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്?